ഭൂമിയില് സ്കൂളുകളൊക്കെ തുറന്നു. അവർക്ക് വേണ്ടിട്ട് എന്തൊക്കെയാ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണേ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓൾക്ക് നല്ല ഉപകാരമുള്ളത് വേണം. അതിനാട്ടാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വേഗം കാണിക്ക് സൗന്ദര്യ ദേവതേ. ഓക്കെ റാണി ദേവതേ. ഇതാണ് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ബാഗ്. നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് അതൊക്കെ തോളിലേറ്റ് നടക്കാന് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചതാ. ഇതാകുമ്പോ അവർക്ക് സുഖമായി. ഇത് അന്തരീക്ഷത്തിലൂടെയാ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചുമറ്റേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വാവ്, ഇത് അടിപൊളിയായിട്ടുണ്ട് സൗന്ദര്യ ദേവതേ. താങ്ക്സ്. അടുത്തത് കാണിക്കട്ടെ? കാണിക്കൂ. ഇതെന്താ, ഒരു പെന്നോ? വെറും പെന്നല്ല റാണി ദേവതേ. നമ്മുടെ കുട്ടികൾക്ക് കുറെ ഹോംവർക്സ് ഒക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിട്ട് പ്രത്യേകം തയ്യാറാക്കിയതാ. അഥവാ കുറെ പഠിച്ചതിന് ശേഷം ടയർഡ് ആവാണെങ്കിൽ അവർ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ പെൻ കൊണ്ട് അവർക്ക് എഴുതാം. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. അതെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് ഹോംവർക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് ഉപകാരമായിരിക്കും. അത്ഭുത ദേവതേ, നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടോ? അതെന്ത് ചോദ്യ ദേവതേ? അത്ഭുതങ്ങളുടെ കലവറയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത്ഭുതമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ കാണിക്ക്. ഇതെന്താ, ഒരു ഗുളികയോ? വെറും ഗുളികയല്ല ഇത്. പിന്നെ ഇതാണ് സ്ലീപ്ലെസ് ഗുളിക. എന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ക്ഷീണം തോന്നുന്നു വെച്ചോ, ഈ ഗുളിക കുടിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ക്ഷീണം മാറുന്നതായിരിക്കും. ഓ, എന്ന് വെച്ചാ കുട്ടികൾക്ക് ഇനി ക്ഷീണം വരാണെങ്കിൽ ക്ലാസ് ടൈമില് ഉറങ്ങാതിരിക്കാനുള്ള ഗുളിക. അതെ, ഇത് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിട്ടില്ല. എന്നാ പെട്ടെന്ന് തന്നെ തയ്യാറാകൂ. ശരി എന്നാ. ഓക്കേ റാണി ദേവതേ. അതേപോലെ തന്നെ ഇത് ഏത് ദുഷ്ട ശക്തിയുടെ കയ്യിലും കിട്ടാതിരിക്കട്ടെ. അതെ, അത് നമ്മള് നോക്കണം. കാരണം ഇതിന്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് ദുഷ്ട ശക്തിയുടെ കയ്യിൽ കിട്ടിയാലും ഇത് വേറെ രീതിയിൽ അവർ പ്രയോഗിക്കും. ഓക്കെ. സ്ലീപ്ലെസ് ഗുളികയോ? ഓ, തുടങ്ങി. ഒരു ചിരി എന്നിട്ട് നടക്കൂല. ചിരിക്ക് ഒരു കുറവുമില്ല. എല്ലാ ദിവസവും ഈ കുട്ടിമോള് വേണം പണിയെടുക്കാനായിട്ട്. കുട്ടിമോൾ, മനസ്സിലായി. ഇനി ആ സ്ലീപ്ലെസ് ഗുളിക ഞാൻ എടുക്കണായിരിക്കും. അതാണല്ലോ ഇവിടുത്തെ രീതി. മര്യാദയ്ക്ക് പോയിട്ട് എടുക്കാൻ നോക്ക്. എന്നിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട്. അല്ല, അത് ചെയ്തിട്ട് എന്തിനാ? അത് നിന്നെ പോലെയുള്ള വിഡ്ഢികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ബുദ്ധിയുള്ള ദുഷ്ടദേവതനെ പോയി കൊടുന്നോളി. എന്റെ കയ്യിൽ എന്താ നിനക്കറിയോ? നിങ്ങളെ കയ്യിൽ എന്താന്ന് എനിക്ക് അറിയില്ലെങ്കിലോ നിങ്ങളുടെ തലന്റെ ഉള്ളിൽ എന്താ അറിയാം? ഫുൾ കളിമണ്ണ. പറഞ്ഞ പണി എടുക്കുന്നു, അല്ലെങ്കിൽ അയ്യോ വേണ്ട, എടുത്തുകൊണ്ട് വരാം. എന്നാ പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വാ. നന്മയല്ല ജയിക്കില്ല, തിന്മയാ. നന്മയേറിയിട്ടുള്ള ദേവതകളെ കാണിച്ചു തരാം. നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന ആ ദേവതകളായിരിക്കും. പൊന്നുമോളെ, കുട്ടുമോളെ, ദുഷ്ടദേവത വേറെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതില് പെടാതെ പെട്ടെന്ന് ഓടാൻ നോക്കിക്കോ. അയ്യോ, എന്താ പോവാൻ പറ്റാതെ? മിക്കവാറും ദുഷ്ടദേവത എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാവും. ഇങ്ങോട്ട് വന്നേ. വരുന്ന അങ്ങോട്ട്. മര്യാദക്കെങ്കിലും മര്യാദക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ എലിയാക്കും, പൂച്ചയാക്കും, പട്ടിയാക്കും. ഇതല്ലേ? എലിയാക്കാനും പൂച്ചയാക്കാനും പട്ടിയാക്കാനും നീ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ശരി, എന്താ വേണ്ടേ? അത് പിന്നെ നീ ഈ ഗുളിക ഭൂമിയിലുള്ള എല്ലാ കുട്ടികളും കൊടുക്കണം. ഞാനതിന് ഡോക്ടർ ഒന്നല്ലല്ലോ ഗുളിക കൊടുക്കാനായിട്ട്. ഡോക്ടർമാർ പ്രവർത്തിക്കേ നന്മക്ക് വേണ്ടിയല്ലേ, നമ്മളിൽ നന്മക്ക് വേണ്ടിട്ടല്ലോ. പുറത്ത് ശരിയല്ലോ, എന്നാ സംസാരത്തിന് ഒരു കുറവുമില്ല. എന്നാ പിന്നെ മക്കളിത് സ്കൂളിന്റെ മുന്നിൽ പോയിട്ട് വിൽക്കാൻ നോക്ക്. ഇത് കുടിച്ചാലേ ഉറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. ശരി. അതേപോലെ തന്നെ ഇത് ഞാൻ കുറെ എണ്ണം ഉണ്ടാക്കി തരാം. അല്ല ദുഷ്ടദേവതേ, നിങ്ങളെ കുട്ടികളെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണേ. ഇത് കുടിച്ചാ ഉറങ്ങിയില്ലെങ്കിൽ അത് കുട്ടികൾക്ക് നല്ലതല്ല ഉണ്ടാക്കുക. അവിടെ നിനക്ക് തെറ്റി കുട്ടിമോൾ. ഇതുമായി സംസാരിക്കണേ. ഉറങ്ങാതിരിക്കാനുള്ള ഗുളികയിൽ ഞാന് ഉറങ്ങാനുള്ള ഗുളിക ചേർക്കൂ. എന്ന് വെച്ചാല് ഇതിന് പണി പൂർത്തിയായിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് കുട്ടികൾക്ക് ഉറങ്ങാനുള്ള ഗുളികയാക്കി മാറ്റൂ. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരുപാട് ഗുളികകൾ ഞാൻ ഉണ്ടാക്കൂ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല. ചേച്ചി മേടിച്ചാലോ? വരൂ കുട്ടികളെ, വരൂ. ഇതെന്താ സാധനോ? അതുപോലെ ചേച്ചി, ഇത് കുടിച്ചാലേ നമുക്ക് ക്ഷീണം മാറത്രേ. വേണ്ടടി വേണ്ട,
ചിലപ്പോ ആരോഗ്യത്തിന് പ്രശ്നമായിരിക്കും ഈ ഗുളിക. കുട്ടികളെ വരൂ വരൂ. ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോ ഉറക്കം വീഴുകയാണെങ്കിൽ ഈ ഗുളിക കഴിച്ചാൽ മതി. ആരോഗ്യത്തിന് യാതൊരു പ്രശ്നം വരുത്തുന്നില്ല. എടി, ഇത് ആരോഗ്യത്തിന് തീരെ പ്രശ്നം വരുത്തുന്നില്ലാന്ന്. എന്റെ പൊന്നു ചേച്ചി, എനിക്കും ചെയ്ത് കേൾക്കാം. എന്നാ പിന്നെ മോള് ഒറ്റയ്ക്ക് പോയി മേടിച്ചോട്. ഓക്കെ ഓക്കെ. അമ്പടി കേമി, എന്നാ നിന്നെ ഞാന് ഏതെങ്കിലും പുഴയിൽ എറിയതായിരിക്കോ? അതിന് ഞാനല്ല കുളിക്കാത്ത, ചേച്ചിയെ കുളിക്കാത്ത. ചേച്ചി പുഴയിൽ പോയിട്ട് കുളിച്ചാ മതി. ഈ എന്തെന്നീന്ന് എല്ലാ ദിവസം ഉണ്ടാവും തലയിൽ നിറച്ച് പാന്. ഇവിടെ വന്നേ, നിനക്ക് വേണമെന്ന് മേടിക്കേ. അല്ല, ഇതിന്റെ റേറ്റ് എങ്ങനെയാ? റേറ്റോ? അതെന്താ സാധനോ? ഭൂമിയിലെ പിള്ളേർ എന്തൊക്കെയാ സംസാരിക്കണേ? ഹലോ, നിന്റെ ചെവി കേൾക്കത്തില്ലേ? എത്ര റേറ്റ്? അത് പിന്നെ നല്ല അടിപൊളി സാധനമാണിത്. എന്താണ് അണ്ണാച്ചി ഇങ്ങനെ സംസാരിക്കണേ? ഇതിന്റെ വില എത്രയാ? ഹോ, വില ആയിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെന്തോ സാധനമാണ് ചോദിക്കണേന്ന്. ഇത് ഫ്രീ ആണ് മാം. ഓഹോ, ഇത് ഫ്രീ ആണോ? അതെ മാം. എന്നാ പിന്നെ ഒരു ബോട്ടിൽ അങ്ങ് എടുത്തോളൂ. ഓക്കെ ഓക്കെ. പിന്നെ ബോട്ടിൽ മേടിച്ചിട്ട് എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യണം കേട്ടോ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അല്ലടി സോന? അതെ ചേച്ചി, വേറെ പാടില്ല. അതെ അതെ. ഇതെന്താ സംഭവം? എനിക്കറിഞ്ഞൂടാ. ഇങ്ങനൊരു കച്ചവടക്കാരൻ നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. ശരിയാ ശരിയാ, ആളാണ് ഞാനും കാണുന്നേ. ഇവിടെ കുറെ കുട്ടികളുണ്ടല്ലോ ഈ കച്ചവടത്തിന് മുന്നില്. എന്തായാലും വിളിക്കണേ, ഒന്ന് ചോദിച്ചു നോക്ക്. ഓക്കെ ഓക്കെ. വരൂ കുട്ടികളെ വരൂ. ക്ലാസ് ടൈമില് നിങ്ങളുടെ ഉറക്കാണ് നിങ്ങൾ പ്രശ്നമില്ല. ഇത് കുടിച്ചാൽ നിങ്ങളുടെ ഉറക്കം പടേ പടേ പോകും. പടേ പടേന്ന് പോകുന്നോ? അയ്യോ സോറി, ടപ്പേ ടപ്പേ പോകുന്നു. കണ്ടിട്ട് എന്താ പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. നമുക്കിതൊന്നും മേടിക്കണ്ട കേട്ടോ. അല്ലെങ്കിലും ക്ലാസ്സിന് ഉറങ്ങുമ്പോഴുള്ള സുഖം അത് എവിടെയും കിട്ടൂല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉറങ്ങണം. ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. ക്ലാസ്സിന് ഉറങ്ങുമ്പോഴുള്ള സുഖേ അത് വല്ലാത്തൊരു ഫീലാ. അത് കഴിഞ്ഞ ടീച്ചറൊക്കെ നടി കിട്ടുമ്പോഴും ഫീലേ അതും വല്ലാത്ത ഫീലാ. അതെ അതെ, എത്ര കിട്ടിയിട്ടുണ്ടറിയോ എനിക്കൊക്കെ. നമുക്കൊരു ബോട്ടിൽ മേടിച്ചാലോ? അതൊക്കെ വേണം ടിൻറ്റു. പാടി പാടി ഒരു ബോട്ടിൽ നമുക്ക് മേടിക്കാം. നീ പറഞ്ഞ വേറെ അപ്പീലില്ല. എന്നാ പോരെ. ഹേ, ഇതിനെത്ര വില വരുന്നേ? ഇത് ഫ്രീ ആണ് മാഡം. ഓഹോ, ആഹാ. ഇത് കുടിച്ചാ ബുദ്ധി കൂടുവോ? ബുദ്ധിയൊക്കെ കൂടും, പക്ഷെ മേമിന് ബുദ്ധി കൂടില്ല. അതെന്താ? അതിന് മേഡത്തിന് തലയിൽ മൊത്തം കളിപ്പണ്ടല്ലേ. പെണ്ണെ, ഞങ്ങളെ സ്കൂളിൽ വന്നിട്ട് ഞങ്ങളെ മോശമാക്കി സംസാരിക്കുന്നോ? അയ്യോ സോറി, ഞാനത്. നീ ഒന്നും ചെയ്യണ്ട. എന്തായാലും 2 ബോട്ടിൽ താ. ഓക്കെ മാഡം. ഇത് കുടിച്ചാ ശരിക്കും ഉറക്കം പോവോ? ശരിക്കും ഉറക്കം പോവും. എടി, ആ ശരിക്കും എന്തോ ഒരു ശരിക്കും ഒളിഞ്ഞിരിക്കണില്ലേ? ഏയ്, അങ്ങനൊന്നും എനിക്ക് തോന്നിയില്ല. നീ വെറുതെ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ നിനക്ക് തോന്നിയതാവോ? ഏയ് അണ്ണാച്ചി, ഒന്നെടുക്ക. ഓക്കെ ഓക്കെ. എനിക്കിതെന്തോ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അല്ല പിന്നെ ഇതെന്താ സംഭവം? ഇതാ മാം, മാമിന്റെ ബാഗിൽ വെച്ചോളൂ. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എവിടെ വെക്കണം എന്നുള്ള കാര്യം. എന്താ ആ സാധനത്തിന് പൊട്ടുണ്ടോ? ഇല്ല. എന്തേ? ഇല്ല, ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. എന്താ അവിടെ കുസു കുസു? അതൊന്നുമില്ലടി. എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹായ് സാർ, ഒരു ബോട്ടിൽ കൂടി ഉള്ളൂ, തരട്ടെ? ഇതാരാ? നിങ്ങൾ ആരാ? ഞാന് ഒരു കച്ചവടക്കാരിയാണ്. നിങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ ആരെങ്കിലും അനുവാദം തന്നിരുന്നോ? അതിന്റെ ആവശ്യമുണ്ടോ? പിന്നല്ലാതെ. ഇയാള് ഇച്ചിരി പശക്കാന്നാ തോന്നണേ. സാറിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാ മതി. ഇത് ഞങ്ങൾ സേവനായിട്ട് കരുതുന്നേ. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തില് ഉന്നതി കിട്ടണമെന്നല്ല ഒരാഗ്രഹം കൊണ്ടാ. ശരി ശരി, ഇതിപ്പോ എന്താ സാധനം പറ. എന്താന്ന് വെച്ചാല് ഇത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഉറക്കം വരികയാണെങ്കിൽ ഇത് കുടിച്ചാ മതി. ഉറക്കൊക്കെ അപ്പൊ തന്നെ പടേ പടേന്ന് പോകും. പടേ പടേ പോകുന്നോ? സോറി, ടപ്പേ ടപ്പേ. ഇത് മേടിക്കണോ? എന്തായാലും ഇത് സാറയ്ക്ക് എടുക്കാം, അവൾക്കൊരു ഗിഫ്റ്റ് ആയിക്കോട്ടെ. അതേപോലെ തന്നെ ഇംപ്രസ് ചെയ്യാനും പറ്റും. വില എത്രയാ? ഇത് ഫ്രീ ആണ്. ഓ, ഫ്രീയോ? ഓ, സേവനമായിരുന്നല്ലേ. ശരി ശരി, അത് ഞാൻ മറന്നു. എന്നാ ഒരു ബോട്ടിൽ എടുത്തോ. ഇതിന് സാർ ആകെ ഒരു ബോട്ടിലല്ലേ ഉള്ളൂ. മതി മതി, തമാശ. അത് എടുക്കാൻ നോക്ക്. ഹാവ്, അങ്ങനെ ഈ സ്കൂളിലെ പണി തീർന്നു. ഇനി മറ്റു സ്കൂൾക്ക് പോണം. ഹേ കുട്ടികളെ, അത് നന്മയേറിയിട്ടുള്ള കുട്ടികളെ, നന്മയല്ല വിജയിക്ക, തിന്മയാ.